ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോമെട്രിക് മീനിങ് ഏരിയ അണ്ടർ ദ ഫങ്ഷൻ എന്നാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഏരിയ അണ്ടർ ദ കർവ്. ദെൻ കൺസിഡർ ദ ഫങ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ദ ഓർഡിനേറ്റ്സ് x ഈക്വൽ ടു a and the ordinate x equal to b. Then we have to find the area included between ordinate x equal to a, x equal to b, x-axis and under the curve y equal to f of x. This area is the integral from a to b f of x dx or integral a to b y dx. That we can write area equal to integral a to b f of x dx. This area, that is area between x equal to a, x equal to b, x-axis and the curve y equal to f of x. That is integral a to b f of x dx. Then consider another function y equal to f of x. Then graph കാണുമ്പോൾ നമുക്കറിയാം x-axisൻ്റെ മുകളിലും താഴെയുമായിട്ടാണ് ഈ ഒരു ഗ്രാഫ് ഉള്ളത്. നമുക്ക് എ മുതൽ ബി വരെയുള്ള പോർഷനിലാണ് ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് എ മുതൽ സി വരെ പോസിറ്റീവ് ഡയറക്ഷനിലാണുള്ളത് വൈ ആക്സിസിൻ്റെ. ദറ്റ് ഈസ് എ വൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ സി മുതൽ ബി വരെ ഉള്ളത് വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. That is A2. Area A2 equal to integral C to B f of x dx. അപ്പോൾ നമുക്ക് എ മുതൽ ബി വരെയുള്ള ഏരിയ കിട്ടണമെങ്കിൽ A1 പ്ലസ് A2 ആണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷേ ഇവിടെ A2 എന്ന് പറയുന്നത് വൈ ആക്സിസിന് താഴെ നെഗറ്റീവ് ഡയറക്ഷനിൽ ആയതുകൊണ്ട് ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ കാണുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു A1 പ്ലസ് മോഡുലസ് ഓഫ് A2. അതായത് A2 നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു, അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. ദെൻ A1 പ്ലസ് മോഡുലസ് ഓഫ് A2 ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫങ്ഷൻ. കൺസിഡർ വൺ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സർക്കിളിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദെൻ കൺസിഡർ ദ സർക്കിൾ. ഇറ്റ് സെൻറ്റർ 0 0. ദെൻ റേഡിയസ് എ ആണ്. നമുക്ക് സെൻറ്റർ കാണാം 0 0, റേഡിയസ് എ. ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഈ ഒരു സർക്കിളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതിന് ഈക്വലായിട്ട് 4 ക്വാഡ്രൻറ്റ്സ് നമുക്ക് കാണാം. ഈ 4 ക്വാഡ്രൻസിലും ഈ സർക്കിളിൻ്റെ ഏരിയ ഈക്വലായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ കാണുന്നതിന് പകരം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഏരിയ കാണുന്നു, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് ആണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. എന്നാൽ 0 മുതൽ എ വരെ നമ്മൾ വൈയുടെ വാല്യൂ കാണുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ദറ്റ് ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു a square minus x square. From this we can find y equal to root of a square minus x square. Then integral 0 to a y dx or integral 0 to a root of a square minus x square is the area of this first portion. Then multiplying with 4 we will get the total area of the circle. That is area equal to 4 into integral 0 to a y dx equal to 4 into 0 to a root of a square minus x square dx. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഏരിയ ഈക്വൽ ടു 4 into 0 to a y dx equal to integral 0 to a root of a square minus x square dx.
ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ദെൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മൾ കൊടുക്കുന്നു. ദെൻ അപ്ലൈങ് ദ ലിമിറ്റ്. ഫസ്റ്റ് വി അപ്ലൈ ദ അപ്പർ ലിമിറ്റ്. അത് എക്സിന് പകരം എക്സ് എവിടെയെല്ലാം ഉണ്ടോ അതിന് പകരം നമ്മൾ എ എന്ന വാല്യൂ കൊടുക്കുന്നു. ദറ്റ് ഈസ് 4 ഇൻറ്റു a/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് a/a മൈനസ് ലോവർ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നു. ഇവിടെ 0 കൊടുക്കുമ്പം ഈ ഫസ്റ്റ് പോർഷൻ മുഴുവൻ 0 ആവും പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0/a. Then sin inverse 0 is also 0. That means this portion is also 0. And also a square minus a square is 0. ഈ ഒരു ഭാഗവും 0 ആയി നമുക്കുള്ളത് ഈ ഒരു ടേം മാത്രമാണ്. That is 4 ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് a/a ഈക്വൽ ടു 1. Then we know that sin inverse 1 equal to pi/2. This is 4 into a square by 2 into pi/2. 4 and 4 cancelled. The area equal to pi a square. നമുക്കറിയാം r എന്നാണ് റേഡിയസ് എങ്കിൽ ഏരിയ ഓഫ് ദ സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ റേഡിയസ് എ ആയതുകൊണ്ട് ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ എ സ്ക്വയർ ആണ്. കൺസിഡർ അനദർ ക്വസ്റ്റ്യൻ. Find area of the ellipse x square by a square plus y square by b square equal to 1. This is the ellipse. Focus f1, f2 and the center 0, 0. Then we have a square by b square ആയതുകൊണ്ട് അതിൻ്റെ പോയിൻറ്റ്സ് a0, b0b എന്നിങ്ങനെയായിരിക്കും. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ സർക്കിളിൻ്റെ പറഞ്ഞ പോലെ തന്നെ 4 ക്വാഡ്രൻറ്റിലും ഈക്വൽ പോർഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ മാത്രം വാല്യൂ കാണുന്നു. ദെൻ ടോട്ടൽ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഓഫ് ദ പോർഷൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു a y dx ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ y കണ്ടുപിടിക്കണം. y ഈക്വൽ ടു b/a ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. Then area of this portion is integral 0 to a y dx. Then total area equal to 4 into 0 to a y dx. That's equal to 4 into 0 to a y is b/a into root of a square minus x square dx. You know that the equation of the ellipse is x square by a square plus y square by b square equal to 1. From this y square by b square equal to 1 minus x square by a square. That's equal to a square into 1 a square minus x square by a square. That is y square equal to b square by a square into a square minus x square. From this y equal to, taking the root, we get b/a into root of a square minus x square. Then we know that the area equal to 4 into 0 to a y dx. That's equal to 4 into integral 0 to a y is b/a into root of a square minus x square dx. b/a is constant, take it outside. The integration of this value is x/2 into root of a square minus x square plus a square by 2 into sin inverse x/a. First we put the upper value a instead of x in this value. We get a/2 into root of a square minus a square plus a square by 2 into sin inverse a/a minus, now lower limit 0 കൊടുക്കുകയാണ്. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പ്ലസ് a square by 2 into sin inverse 0/a. That's equal to sin inverse 0. You know that sin inverse 0 is also 0. അപ്പോൾ ഈ ടേം മുഴുവൻ 0 ആയി. അതുപോലെ തന്നെ ഫസ്റ്റ് ടേമും എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0. അപ്പോൾ ഈ ഒരു ടേമും 0 ആയി മാറി. നമുക്ക് ഈ ഒരു ടേം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദറ്റ് ഈസ് 4b/a ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് a/a ഈസ് 1. ദെൻ വി നോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു pi/2. അപ്പോൾ ഇവിടെയൊക്കെ 4ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പം ഒരു എയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദറ്റ് ഈസ് 2ab ഇൻറ്റു pi/2.
Then cancel these two also. We get the area of the ellipse is pi AB. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് ആൻഡ് ദ ലൈൻ എന്നാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ bounded by the curve y equal to x square and the line y equal to 4. First we draw the parabola. This is the parabola y equal to x square and the line y equal to 4. നമുക്കറിയാം ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വാർട്ടറിലെ വാല്യൂ മാത്രം കാണുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മളിതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണം. ഈ ഒരു പോയിൻറ്റ് ബി ഈസ് ദ പോയിൻറ്റ് 2, 4. നമുക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 2 ആണ്, y വാല്യൂ 4 ആണ്. നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്നും താഴേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ദെൻ വി ഗെറ്റ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഈസ് A20. അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഏരിയ അണ്ടർ ദ ലൈൻ ആദ്യം കണ്ടുപിടിക്കുന്നു. ഏരിയ അണ്ടർ ദ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ ഈ റെക്റ്റാങ്കിൾ മുഴുവൻ വേണ്ട, ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഏരിയ അണ്ടർ ദ ലൈൻ മൈനസ് ഏരിയ അണ്ടർ ദ കർവ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഏരിയ കിട്ടും. ഏരിയ അണ്ടർ ദ ലൈൻ y ഈക്വൽ ടു 4 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 y dx. ഹിയർ y ഈക്വൽ ടു 4, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2 4 dx. ദറ്റ് ഈസ് ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി. ദെൻ ഏരിയ അണ്ടർ ദ പരാബോള, ഇതാണ് നമ്മൾ പറഞ്ഞ ഏരിയ അണ്ടർ ദ പരാബോള. ഈ ഒരു പോർഷൻ ഒരു ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ആ ഒരു പോർഷൻ, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2, 0 മുതൽ 2 വരെയാണ് ഏരിയ അണ്ടർ ദ പരാബോള y dx. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദറ്റ് ഈസ് ഏരിയ അണ്ടർ ദ പരാബോള ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയർ dx. നമ്മൾ ആദ്യം ഏരിയ അണ്ടർ ദ ലൈൻ കണ്ടു, അതിൽ നിന്നും ഏരിയ അണ്ടർ ദ പരാബോള നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ കിട്ടും. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടോട്ടൽ ഏരിയ കിട്ടുന്നതാണ്. That is total area equal to 2 into integral 0 to 2 4 minus x square dx. നമ്മളുടെ രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആണ്, ലിമിറ്റ് 0 to 2 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഏരിയ അണ്ടർ ദ ലൈൻ മൈനസ് ഏരിയ അണ്ടർ ദ പരാബോള, ദറ്റ് ഈസ് 4 minus x square dx എന്ന് എടുത്തിരിക്കുന്നത്. റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ലൈൻ മൈനസ് ഏരിയ അണ്ടർ ദ കർവ്. y equal to 4 is the equation of the line, y equal to x square is the equation of parabola. That is 2 into 0 to 2 4 minus x square dx. 2 നമുക്ക് പുറത്തെടുക്കാം. 4 into integral 4 എന്ന് പറഞ്ഞാൽ 4x ആണ്, മൈനസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3, ലിമിറ്റ് 0 to 2. അപ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് 2 കൊടുക്കുന്നു, ദറ്റ് ഈസ് 4 into 2 മൈനസ് 2 ക്യൂബ് ബൈ 3 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുന്നു. എക്സ് 0 എടുക്കുമ്പോൾ ഇത് 0 ആയി, ഈ വാല്യൂ 0 ആയി. അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ 0 ആയി. ദറ്റ് ഈസ് 2 into 4 into 2 8 മൈനസ് 2 ക്യൂബ് ഈസ് 8 by 3. Then 3 into 8 24 minus 8, that's equal to 16. The answer is 2 into 16 by 3 equal to 32 by 3. That is the required area. This area equal to 32 by 3. Consider another question. Find area of the region in the first quadrant enclosed by the x-axis, line y equal to x and circle x square plus y square equal to 32. അപ്പം നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു സർക്കിളാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32. പറഞ്ഞാൽ സെൻറ്റർ 0 0, റേഡിയസ് √32 ആണ്. ലൈൻ y ഈക്വൽ ടു എക്സ് വേണം. ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ഡ്രോ ദ സർക്കിൾ with center 0 0 and radius √32 എന്ന് പറഞ്ഞാൽ 4 √2 ആണ്.
നമ്മൾ സർക്കിൾ വരച്ചു. ദെൻ ഡ്രോ ദ ലൈൻ y ഈക്വൽ ടു എക്സ്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒന്ന് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനാണ്, ഒരു ബൗണ്ടറി സർക്കിളാണ്, ഒരു ബൗണ്ടറി എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഈ ഒരു ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ളത്. എക്സ് ആക്സിസ്, y ഈക്വൽ ടു എക്സ്, സർക്കിൾ. ഇത് മൂന്നും ബൗണ്ടറി ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ, ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കാണാം. ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് നമ്മൾ കാണുകയാണ്. ദാറ്റ് പോയിന്റ് ഈസ് 4, 4. ഇനി ഇവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. താഴേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. സി എന്നുള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, 0.40. ഇപ്പോൾ നമുക്കറിയാം 0 മുതൽ 4 വരെ ഉള്ള ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ലൈൻ ആണ്. ഇനി 4 മുതൽ 4√2 വരെയുള്ള ഈ ഒരു പോർഷനിൽ ഏരിയ അണ്ടർ ദ സർക്കിൾ ആണ്. അപ്പം നമുക്ക് വേണ്ട ഈ രണ്ട് ഏരിയയും വേണം. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ലൈൻ, സെക്കൻഡ് ഏരിയ അണ്ടർ ദ സർക്കിൾ. ഇപ്പോൾ 0 മുതൽ 4 വരെ ഏരിയ അണ്ടർ ദ ലൈൻ, 4 to 4√2 ഏരിയ അണ്ടർ ദ സർക്കിൾ. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ y. ഈ സർക്കിളിലെ y എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. x² + y² = 32, y² = 32 minus x², then y equal to √32 minus x². ഇവിടെ y equal to x, y equal to √32 minus x². അപ്പോൾ ഫസ്റ്റ് ഏരിയ നമ്മൾ കാണാൻ പോണ ഏരിയ അണ്ടർ ദ ലൈൻ. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4y dx. ഹിയർ y equal to x. 0 to 4x dx. നെക്സ്റ്റ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ സർക്കിൾ ആണ്. ഏരിയ അണ്ടർ ദ സർക്കിൾ ഈക്വൽ ടു 4 to 4√2. ഇൻ്റഗ്രൽ 4 to 4√2 √32 minus x² dx. ഈ രണ്ട് ഏരിയയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ദെൻ ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4x dx. this area plus integral 4 to 4√2 √32 minus x² dx. Area under the line plus area under the circle, we will get the total area. ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. A1 equal to area under the line, integral 0 to 4y dx. That's equal to integral 0 to 4x dx. Integral x equal to x² by 2. Upper limit 4 കൊടുത്തു, lower limit 0. 4 square 16 by 2 minus 0 is equal to 8. That is the first area equal to 8. A2 equal to area under the circle. The integral 4 to 4√2y dx equal to integral 4 to 4√2 32 minus x² dx. Then we know that integral √a² minus x² equal to x by 2 into √a² minus x² plus a² by 2 into sin inverse x by a. ഇവിടെ a² എന്ന് പറയുന്നത് 32 ആണ്. Then a equal to √32 equal to 4√2 ആണ്. നമ്മൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പം നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുക 4√2 by 2 into √32 minus a² equal to 32 plus 16 into sin inverse 4√2 by 4√2 minus 4 by 2 into √32 minus 16 plus 16 into sin inverse 4 by 4√2. ഇവിടെ 32 minus 32 വാല്യൂ 0 ആണ്. പ്ലസ് 16 ഇൻറ്റു സൈൻ വേഴ്സ് 1 മൈനസ് 4 by 2 2 ആണ്. 32 മൈനസ് 16 √16 ആണ്. പ്ലസ് 16 ഇൻറ്റു സൈൻ വേഴ്സ് 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 by √2. then sin inverse 1 is pi by 2. sin inverse 1 by √2 is equal to pi by 4.
വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റൂട്ട് 16 4 ആണ്. 4 ഇൻറ്റു 2 8. ദാറ്റ് ഈസ് 16 ഇൻറ്റു പൈ ബൈ 2 മൈനസ് 8 പ്ലസ് 16 ഇൻറ്റു പൈ ബൈ 4. 4ഉം 16 ക്യാൻസൽ നമുക്ക് 4 പൈ കിട്ടും. ദാറ്റ് ഈസ് 8 16 ബൈ 2 8 പൈ മൈനസ് 8 minus into plus again minus 4 pi. Then 8 pi minus 4 pi equal to 4 pi. That is area under the circle is 4 pi minus 8. Then we know that area of the required region is A1 plus A2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. That is required area equal to A1 plus A2. Then A1 is 8, A2 is 4 pi minus 8. Adding, we get the area equal to 4 pi. Consider one more question. Find the area of the region set of all xy such that 0 less than or equal to y less than or equal to x square plus 1, 0 less than or equal to y less than or equal to x plus 1, 0 less than or equal to x less than or equal to 2. ഇതിൽ നമുക്ക് ഒരു 3 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1, y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഈ 3 ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് പ്ലസ് 1. Next line is x equal to 2. Then ഈ 3 എണ്ണത്തിനും ഇടയിലുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ വരുന്ന ഒരു ഏരിയ, ദിസ് ഏരിയ അണ്ടർ ദ പരാബോള, ഏരിയ അണ്ടർ ദ ലൈൻ ആൻഡ് വൺ ബൗണ്ടറി ഈസ് x equal to 2 and one boundary is x axis. This area is required. ഈ ഒരു ഏരിയ കാണാൻ നമ്മൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഉണ്ട്, ഇവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഉണ്ട്. ഈ 2 പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ A01, B12 ആൻഡ് D ഈസ് ദ പോയിൻറ്റ് 23. ഇനി ഇവിടെ നമുക്ക് ബിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കാൻ പോവാണ്. വരയ്ക്കുമ്പോൾ നമുക്ക് 10 എന്നുള്ള പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ പരാബോളയാണ് ഈ ഒരു പോർഷൻ. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ലൈൻ. ഈ 2 ഏരിയയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ഏരിയ കിട്ടുന്നത്. ദെൻ A1 ഏരിയ അണ്ടർ ദ പരാബോളയാണ്. ദെൻ ഏരിയ A1 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 y dx. Here the y x square plus 1 area under the parabola. ഇനി A2 എന്ന് പറയുന്നത് 1 മുതൽ 2 വരെ, അത് ഏരിയ അണ്ടർ ദ ലൈൻ y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. ദറ്റ് ഈസ് A2 ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 എക്സ് പ്ലസ് 1 dx. ദെൻ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് A1 പ്ലസ് A2 ആണ്. ദറ്റ് ഈസ് ടോട്ടൽ ഏരിയ ഈക്വൽ ടു A1 plus A2 equal to integral 0 to 1 x square plus 1 dx, that is area under the parabola, plus integral 1 to 2 x plus 1 dx, that is area under the line. 0 to 1 വരെ area under the parabola, 1 മുതൽ 2 വരെ area under the line. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. A1 equal to area under the parabola y equal to x square plus 1. That is integral 0 to 1 x square plus 1 dx, integral x square x cube by 3, integral 1 x. Then upper limit 1, lower limit 0. Upper limit കൊടുക്കുമ്പോൾ 1 by 3 plus 1, lower limit x 0 കൊടുക്കുന്നു. Then 1 by 3 plus 1 equal to 4 by 3. A2 equal to area under the line y equal to x plus 1. Integral 1 to 2 y dx എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 dx. ഇൻ്റഗ്രൽ എക്സ് എക്സ് സ്ക്വയർ ബൈ 2, ഇൻ്റഗ്രൽ 1 എക്സ്. അപ്പർ ലിമിറ്റ് 2, ലോവർ ലിമിറ്റ് 1.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ ബൈ 2, 2 സ്ക്വയർ ഈസ് 4, 4 ബൈ 2 പ്ലസ് എക്സിന് 2 കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുക്കുന്നു, ദറ്റ് ഈസ് 1 ബൈ 2 പ്ലസ് 1, ദറ്റ് ഈസ് 4 ബൈ 2 ഈസ് 2, 2 പ്ലസ് 2 4, മൈനസ് 1 ബൈ 2 പ്ലസ് 1, 1 പ്ലസ് 2 3 ബൈ 2, 4 മൈനസ് 3 ബൈ 2, then 4 into 2 8, 8 minus 3 5, that is A2 equal to 5 by 2. Area under the parabola 4 by 3, area under the line 5 by 2. Then total area equal to A1 plus A2 is 4 by 3 plus 5 by 2 equal to 8 plus 15 by 6. That's area equal to 23 by 6. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ബാക്കി എല്ലാ പ്രോബ്ലംസും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇവിടെ തീർത്തു തരുന്നതാണ്. അടുത്ത വീഡിയോ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.